കളഞ്ഞ സ്ഥലം ഇതാണ്, ഈ ഭാഗത്ത് എവിടെയാണ് ഫോൺ കളഞ്ഞത്. ടെസ്റ്റ് ക്ലിയർ ആയി, പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ RC ബുക്ക് വരണം. RC ബുക്ക് വന്നാലേ അടുത്ത കളർ ചേഞ്ചിന് കൊടുക്കാവുക. പിന്നെ കളർ ചേഞ്ച് ഉണ്ട്. അയ്യോ പനി കാണോ, അറിയാൻ വയ്യ. ഉണ്ടടാ ഉണ്ട്. ആ ഷൂട്ട് ചെയ്യേ, കുത്തി കളിക്കില്ലേ? നോക്കൂ, കുത്തോങ്കി ഇപ്പം കയറേണ്ടിന്ന്. കുത്തൊക്കെ കൂടുന്നുണ്ട്. ഫോൺ എടുത്ത് പൈസ എടുത്ത് ഞാനേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തട്ടെ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പോയിട്ട് വരാം. അയ്യോ ബാഗ് എടുത്തോണ്ട് പോകാം, വേണ്ട. നോക്കാം, അറിയാൻ വയ്യ, അറിഞ്ഞുകൂടാ. ഉണ്ടെന്നാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. കൂട്ടുകാരെ വിളിച്ചപ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. പോയി നോക്കട്ടെ, 2-3 സ്ഥലത്തൊക്കെ പോയി നോക്കണം. ഹലോ ഗൈസ്, പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വണ്ടി ടെസ്റ്റിംഗ് ഡേറ്റ് കഴിഞ്ഞ്, അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോയാണ്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞ് പെയിൻ്റ് കട ഉണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം അതാണ് പോണത്. വേറെ സ്ഥലത്തും കൂടെ 2-3 സ്ഥലത്തും കൂടെ തിരക്കണം. അപ്പം അവിടെയും കൂടെ ഒന്ന് തിരക്കിയിട്ട് പോവാന്ന് വെച്ച്. വേറൊന്നുമില്ല, നമ്മളെ ആദംസ് ഇൻസ്റ്റയിലൊക്കെ കണ്ടറിയാം, ആദംസ്. അപ്പം അവിടെ ഈ ഞായറാഴ്ചയായിട്ട് ഉണ്ടായില്ലേ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങോട്ട് പോവുകയാണ്. കാണാൻ ഇല്ലേ എനിക്കൊരു പിടുത്തമോ ഒരു ഐഡിയ ഇല്ല. അമ്മമാരെ വിളിച്ചു ചോദിക്കാൻ നമ്പറില്ല. നമ്പറുണ്ടെന്നാണ് പറഞ്ഞത്, നമ്പർ ഞാൻ വിളിച്ചില്ല. അപ്പം എന്തായാലും ഇനി അങ്ങോട്ടൊന്ന് അവിടെ പോയി കിട്ടി, അവിടെ പോയിട്ട് നോക്കിയിട്ട് വരാം. എന്തായാലും വണ്ടി ഫുള്ള് കളർ ചേഞ്ച് ചെയ്യാൻ പ്ലാനുണ്ട്. ഞാൻ ഫുള്ള് കളർ ചേഞ്ച് ചെയ്യാൻ, ഏത് കളറാണെന്നുള്ള കാര്യങ്ങൾ എല്ലാം പറയാം. ഓക്കെ. യാപ്പിമെൻ്റെ പ്രത്യേകത പറഞ്ഞാലോ, ഇത് നല്ല വൈബ്രേഷൻ അടിച്ച് കയറിയും പോകും, പക്ഷേ ഫുള്ളായിട്ട് ഇവിടെ ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ നൈസിന് ഇവിടെ നല്ല വൈബ്രേഷൻ കൊടുത്തപ്പോൾ നേരെ തിരിച്ചു വരും. വണ്ടിക്കാണ് ഇപ്പോൾ ആൾറെഡി നല്ല വൈബ്രേഷൻ ഉണ്ട്, ഫ്രണ്ട് ബാക്ക് പിന്നെ സൈലൻസർ ഉള്ളതുകൊണ്ട് വൈബ്രേഷൻ ഉണ്ട്. ഓക്കെ, കയറണുണ്ടോ? വൈബ്രേഷൻ അടിച്ച് കയറണതാണ്, നല്ല വൈബ്രേഷൻ അടിച്ച് കയറണ. സാധനം അടിച്ച് പോയി, സാധനം ഫുള്ളോടെ അടിച്ച് പോയി സാധനം. അപ്പം സാധനം ഫുള്ളടിച്ചു പോയി. ഇനി ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്ന് പുതിയത് വാങ്ങണം. നമ്മളെ ഓട്ടോമേനിയിലുണ്ട് സാധനം. ഇപ്പോൾ റേറ്റും കാര്യങ്ങളും അറിഞ്ഞുകൂടാ. ഇതാ പോണ അടുത്ത സ്മെല്ല് പയ്യപ്പോൾ. ഓക്കെ, സ്ഥലം കണ്ടിട്ട് അറിയുന്നവർ കമൻറ്റ് ചെയ്യും. ആശയല്ലേ ഇവിടെ പോയത്? പിന്നെ ഇതിൽ എൻജിൻ പണികളായിട്ട് കുറച്ച് പണികളുണ്ട്. വയറിംഗ് കിറ്റ് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ എൻജിന് ചെറിയ ഇതുണ്ട്, സൗണ്ടില്ല, വൈബ്രേഷൻ വണ്ടിക്ക് നല്ല വൈബ്രേഷൻ ഉണ്ട്. പണ്ട് ഇത്രയും കയ്യിൽ ഒരു വൈബ്രേഷൻ അടിക്കുമായിരുന്നു, ഇതിപ്പം കയ്യിൽ വരെ അടിക്കുന്നുണ്ട്. നേരത്തെ അത്രയും വൈബ്രേഷൻ കയ്യിലില്ലായിരുന്നു. അപ്പം അതൊന്ന് നോക്കണം. അപ്പോൾ എന്തായാലും നാളെ വഴിയെടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാൻ വയ്യ. വണ്ടി എൻജിൻ പണി ഫുള്ള് കയറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയാൻ വയ്യ. നാളെ നോക്കട്ടെ. അപ്പോൾ എനിക്ക് നാളെ ജോലിക്കും പോകണം. എല്ലാം നടക്കുമോ ഇല്ലെന്ന് അറിയാൻ വയ്യ. ഓക്കെ, നാളത്തെ വീഡിയോസ് എന്തായാലും, നാളത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ.
സ്ഥലം ഉണ്ട്, രക്ഷപ്പെട്ടു ഉണ്ട്. അയ്യോ പണി കാണോ, അറിയാൻ വയ്യ. ഉണ്ടടാ ഉണ്ട്. ഇത് പിന്നും കാര്യങ്ങൾ ചെയ്യൂ ഇല്ലെങ്കിൽ അറിയാൻ വയ്യ. ചുറ്റി പിന്നെ അവിടെ ഇപ്പോൾ ഒന്ന് ഡീറ്റെയിലും തിരക്കിയിട്ട് പോരാം. ഓക്കെ, ഫുള്ള് ഡീറ്റെയിലും തിരക്കണം. പെയിൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, എന്തായാലും കളർ ചേഞ്ചുള്ള പ്രോബ്ലമാണ്. ഓക്കെ, ഇവിടെ ആളുണ്ടോ നോക്കട്ടെ ആദ്യം. ഇവിടെ ആളില്ല. ഇവിടെ വണ്ടികളൊക്കെ കണ്ട, ഇവിടെ കണ്ട ഓരോ പാർട്സായിട്ടാണ് ചെയ്തേക്കുന്നത്. അങ്ങനെയും ചെയ്യാൻ സാധാ രീതിയും ചെയ്യുമായിരിക്കും, എന്തറിഞ്ഞു ഇവിടെ. അപ്പം ഇവിടെ നിന്നൊരു BS3 ആണ്, BS4 BS3 ഒരു RC ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. അവന്മാർ വീഡിയോ എടുത്തൊക്കെ പറയാം. അപ്പോൾ ഇവിടുത്തെ കാര്യം നടക്കില്ല. അതിന് മുമ്പ് ഇവിടെ 18+ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അധികം ആനഞ്ചേരി എന്നാണ് സ്ഥലം. അപ്പം അവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ആളില്ല. ഓക്കെ, അവിടെ പോയിട്ട് നോക്കാം. സൗണ്ട് കേട്ടോ, എവിടുത്തെ സൗണ്ട് ഇത്? ശശിയായി, ശശി. ഓക്കെ, ഇനി 18+ നോക്കണം. 18+ എനിക്ക് വഴി അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ മാപ്പ് ഇട്ടേക്കണത് അപ്പുറത്താണ്, വേറെ സ്ഥലമാണ് കുറച്ചേക്കണേ. അവർ ഒറിജിനൽ സ്ഥലം ഇവിടെ അവനഞ്ചേരി ആ ഭാഗത്ത് എവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, സ്ഥലം ഇനിയാണ് ലൈറ്റൊക്കെ ഇട്ടു. പക്ഷെ എന്താണ് ലൈറ്റൊക്കെ ഇട്ടു എനിക്കറിഞ്ഞൂടെ. ഓക്കെ, വേറെ പൊടി അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ അങ്ങോട്ട് എല്ലാം പറഞ്ഞ് ഒരു അവായി ഒന്നുമില്ല. റോഡ് കണ്ട അവസ്ഥ, അവിടെ ഇന്ത്യക്ക് അവസ്ഥ അവിടെ പറടി എത്തിയില്ല. ഞാൻ വേറെ ഒരു കൂട്ടാൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് പെയിൻറ്റിൻ്റെ. അത് കൊടുത്ത് വീട്ടിൽ കൊടുത്തിട്ടാണ് ഞാൻ പോണം. ഭയങ്കര ഓയിൽ ഡ്രൈ അതില് കേട്ടില്ല. അതെത്തിച്ചിട്ടുണ്ട്. എത്തി ഓക്കെ. ശരി ഓക്കെ. ഞാൻ പറഞ്ഞില്ല, പറയാം. ശരി. അങ്ങനെ പരിപാടിയായിട്ട് പോകാൻ പെയിൻറ്റിൻ്റെ ആവശ്യത്തിന്. അപ്പോൾ രണ്ടിടത്ത് പോയിട്ടും ആളില്ല. മറ്റവിടെ പോകാൻ്റെ വീഡിയോ എടുത്തിടാൻ പറ്റില്ല. അത് 18+ പോകാൻ പറ്റില്ല. 18+ പോയതാണ്, അവിടെ ആളില്ല. പിന്നെ എവിടെയും അവിടെയും പോയി നോക്കിയാൽ അവിടെ ആളില്ല. അപ്പോൾ ഇനി നേരെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ കടയുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഉച്ചയ്ക്ക് എല്ലാം പറഞ്ഞ ആശാനാണ്. ഇപ്പോഴാണ് എന്നെ വിളിച്ചു തരണം. വൈകിട്ടായി. അതുകൊണ്ട് പോയി അവിടെ അവൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാം.
തട്ടുമെന്ന് തോന്നുന്നു. ഞാൻ പെടുമല്ലോ, ഞാൻ ഇറുമല്ലോ. കയറില്ല, ഞാൻ ചെറിയൊന്നു നമ്മൾ ചരിച്ച് സൈഡ് കയറ്റേ വരും. ബസ്സല്ലേ കറങ്ങിപ്പോയി, അത് കറക്റ്റ് സൈഡ് വരും. ഓക്കെ, ഞാൻ അവിടെ തിരികണം. കുഴി ബ്രേക്ക് കുറവാണ്, ചവിട്ടി താക്കണം. അവൻ്റെ ചവിട്ട് അവൻ്റെ മെക്കാനിക്കാണ്. ഇപ്പം മെക്കാനിക്ക് പണിയാണ്. അപ്പം അവൻ്റെ വീട്ടിലോട്ട്, അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇനിയും പോകണമെന്ന് തോന്നും, എനിക്ക് അറിഞ്ഞൂടാ. അവൻ്റെ വീട്ടിൽ നിന്ന് ഇനിയും പോകണമെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ പോണ വഴിയാണിത്. ഈ കല്ലമ്പലം സൈഡ് ആരെങ്കിലും പെയിൻ്റ് അടിക്കാൻ, അത് പെയിൻ്റ് അങ്ങനെ പെയിൻ്റ് അടിക്കാനുണ്ടെങ്കിൽ ഇവിടെ വരിക. ആകെ എൻ്റെ അടുത്തല്ല, ഞാൻ പോണ സ്ഥലം. റേറ്റ് കുറവാണ്, റേറ്റ് കുറച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞ് വണ്ടി കണ്ടാലേ അറിയാൻ പറ്റുമെന്ന്, റേറ്റ് അറിയാൻ പറ്റുമെന്ന്. ഇവിടെ എവിടെയാണ് തെന്നീര് വീട്, നീങ്ങുമ്പോണ്ട്. ഇനി അവൻ്റെ വീട്ടിൽ പോണ വഴിയാണിത്. ഫുള്ള് കാടാണ്. ഇതാ വലിയ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഒരു പിടുത്തമില്ല. അമ്മച്ചി എഴുത്തിപ്പോയി. എവിടെ മീ അവനാ മീ ആശ ബാടെ ബാ എന്നെ ബാ നിക്കറങ്ങോട്ട് ഇറങ്ങിയേക്കാണ്. നിക്കറങ്ങോട്ട് ഇറങ്ങിയേക്കാണല്ലേ. ഓ എന്താ ചെയ്യാം. എന്തെങ്കിലും ഇഷ്യൂ കിട്ടും. ക്യാമറ ഓഫായിരുന്നു അറിയാം. എന്തൊരു അടിക്കാൻ പോയി. ലിന്റെ പറയപ്പോ ബാപ്പാ കളി വെച്ചവര് പോയി. അവളാ ഉണ്ടാ ഇതാണ് കോലം. കുഴപ്പമുണ്ട്. ചെയിൻ കവർ ഉണ്ടോ വണ്ടി? ഫുഡ് ഡ്രസ്സില്ല ഔട്ടവേ, ഫുഡ് ഡ്രസ് ചവിട്ടറാ. അവിടെ ചോട്ടിക്കും ഫുഡ് ഡ്രസ്സിലെ ചവിട്ട, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഉരുവി കളയും. അത് ഉരുവി ഇരിക്കുകയാണത്. ഞാൻ നല്ലൊരു ഓട്ടം ഓടിയിട്ടുണ്ട്. കുറച്ചൊരു ഓടുമ്പോൾ തന്നെ നല്ല ചൂടാവും പെട്ടെന്ന്. ടെസ്റ്റ് ക്ലിയർ ആയി, പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ RC ബുക്ക് വരണം. RC ബുക്ക് വന്നാൽ അടുത്ത കളർ ചേഞ്ചിന് കൊടുക്കാവുക. പിന്നെ കളർ ചേഞ്ച് RC ബുക്ക് വന്ന് കളർ ചേഞ്ചിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് വണ്ടി കളർ ചേഞ്ച് ചെയ്ത് അവരെ കൊണ്ട് കാണിക്കണം. അത് നല്ല ടൈം എടുക്കും. ഹിമാലയൻ്റെ പേരും മാറി, ഇതിൻ്റെ പേരും മാറി ടെസ്റ്റും ചെയ്തതിൻ്റെ ഇതൊട്ടും വന്നിട്ടില്ല. ഇത് സ്പെൻഡറിൻ്റെ പെൻഡിങ് എന്ന് കാണിക്കുന്നു. ഹിമാലയൻ്റെ ഡിസ്പാച്ച് ചെയ്തെന്നാണ്, RC ബുക്ക് ഡിസ്പാച്ച് ചെയ്തെന്നാണ് വെച്ചാൽ പോസ്റ്റ് വഴി അയച്ചെന്ന് പറയുന്നത്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോയി തിരക്കി പോകും. എന്നാലും ഒരു മാസം ചിലപ്പോൾ ടൈം എടുക്കും. ഇപ്പോഴത്തെ തന്നെ അതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് വന്നാലായി.
ഓ ഓൺലൈൻ വഴിയുണ്ട്. പിന്നെ ഇതിപ്പോൾ നിങ്ങളുടെ പേരിലാണ് വണ്ടി എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ച് ചെയ്യാം. കളർ ചേഞ്ചിനുള്ള ഇത് കൊടുത്ത് ടെസ്റ്റിൻ്റെ ഇതിൽ ചെയ്യാം. അത് ഇപ്പം നിങ്ങളെ കെയർ ഓഫിലാണ് ഏജൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരടുത്തൊന്ന് തിരക്കി വേണം. ഇത് ലേബർ കൊടുക്കും. പെയിൻറ്റിനെല്ലാം മാറ്റിയിട്ട് പിന്നെ ഒന്നേന്ന് ചെയ്തെടുക്കേണ്ടി. ഓ അങ്ങനെ, അതാണ് കാര്യം. കുന്തരം കൊണ്ടുവരാം. എന്തൊരു വേണമെന്ന് വെച്ചാൽ ഞാൻ മറ്റേ അവന്മാരുടെ സംസാരിച്ചു പോട്ടെ. ഏജൻറ്റ് പറ്റി, ഏജൻറ്റ് എനിക്ക് അറിഞ്ഞൂടാ. കണ്ട് 3000 ഫൈൻ, പിന്നെ ടെസ്റ്റിൻ്റെ ആ ഡേറ്റ് ടാക്സ് എല്ലാം കൂടി 3500, പിന്നെ പെയിൻറ്റിന് ഒരു 4 രൂപ കൂട്ടിക്കോ, 6-10 രൂപയായി. അത് ഇല്ലടി വെയിലയച്ചു തന്നോ മതിയാക്കി കേട്ടാ. 360 വീഡിയോ 360 വീഡിയോ പൈസ അങ്ങനെ അവനെ കൊണ്ടാക്കിയിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, ഫോൺ കളഞ്ഞു പോയ സ്ഥലം ഇതാണ്. ഈ ഭാഗത്ത് എവിടെയാണ് ഫോൺ കളഞ്ഞത്. ഓക്കെ, ഈ ഭാഗത്താണ് ഫോൺ കളഞ്ഞത്.